കേരളക്കര ഒന്നടങ്കം കാത്തിരുന്ന വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ളവരാണ് പ്രതികളെന്നാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇന്ന് എല്ലാ ന്യൂസ് ചാനലുകളിലും കാലത്ത് തൊട്ട് തന്നെ ദിലീപ് കോടതിയിൽ പോകുന്നതു മുതൽ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരിക്കും വിധി എന്നുള്ളത് അവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഴവിൽ മനോരമ, റിപ്പോർട്ടർ ചാനൽ, 24 ന്യൂസ് ചാനൽ എന്നിങ്ങനെയുള്ള എല്ലാ ചാനലുകളിലും വന്നിരിക്കുന്ന റിപ്പോർട്ടുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നടിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ്. നടി ഈ വിധിയിൽ തൃപ്തയാണോ അല്ലയോ എന്നുള്ളത് ഉടൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. മലയാളം ന്യൂസ് ചാനലുകൾ മാത്രമല്ല, തമിഴ് ന്യൂസ് ചാനലുകളും ദിലീപിന്റെ ന്യൂസുകൾ തന്നെയായിരുന്നു പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ദിലീപിനെ സ്നേഹിക്കുന്നവർക്ക് ഇത് തികച്ചും ഒരു സന്തോഷമായ വാർത്ത തന്നെയായിരുന്നു. വിധി കേട്ട ഉടനെ തന്നെ കോടതിക്ക് പുറത്ത് ലഡുകളെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 പ്രതികളെയാണ് കുറ്റക്കാരായി ഇപ്പോൾ കോടതി കണ്ടിരിക്കുന്നത്. 8ാം പ്രതിയായ ദിലീപിന് ഗൂഢാലോചനയ്ക്കായിരുന്നു കേസ് ചുമത്തിയിരുന്നത്. എന്നാൽ അത് തെളിയിക്കുവാനുള്ള തെളിവിന്റെ അഭാവത്തിലായിരുന്നു ദിലീപിനെ വിട്ടയച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ദിലീപ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: സത്യം ജയിച്ചു എന്ന്. ഗൂഢാലോചന നടന്നിട്ടുണ്ട്, എന്നാൽ അത് എനിക്കെതിരെയാണ് നടന്നിരിക്കുന്നത് എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. എന്റെ കരിയർ നശിപ്പിച്ചു. ഗൂഢാലോചന എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മഞ്ജു പറഞ്ഞതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. മഞ്ജു വാര്യറാണ് ഇതെല്ലാം ചെയ്തത് എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. ദിലീപിന്റെ പുതിയ മൂവി ഇറങ്ങാനിരിക്കവേ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ദിലീപ് അകത്തേക്കാണോ പുറത്തേക്കാണോ എന്നുള്ളതായിരുന്നു. ദിലീപിന് നിർണായക ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഉണ്ടായിരുന്ന ചർച്ചകളെല്ലാം. ആക്രമിക്കപ്പെട്ട നടിക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള നീതിയും വിധിയുമാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രതികരണത്തിലൂടെയായിരിക്കും ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ഇനിയും നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കേസ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇനി വഴിയെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇന്നത്തെ കോടതി വിധിയിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടവും സങ്കടപ്പെടുന്ന ഒരു കൂട്ടവും ഉണ്ടാകുമെന്നുള്ളത് വളരെ ഉറപ്പായ കാര്യമാണ്. നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സുകൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.